ഈ പെണ്ണുങ്ങൾ എന്തെന്നും രാവിലെ ചായപാത്രമായിട്ട് നിൽക്കുന്നതല്ല, എന്ത് ചെയ്യാനായി തണുപ്പത്തൊക്കെ ചായ അല്ലാണ്ട് നടക്കുമോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് ചായ ഫസ്റ്റ് തന്നെ ചായ വെച്ചൊരു ഗ്ലാസ് കുടിച്ചതിന് ശേഷമല്ലേ നമുക്കൊരു എനർജി കിട്ടുള്ളൂ. അതിന് ശേഷം മൈദ, റവ, ഉപ്പും വെള്ളവും ചേർത്ത് കലക്കിയതാണ്. സംഗതി മീൻകറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റാണ്. നെയ്യ് ഓയിൽ എന്തായാലും ഇട്ട് ചുട്ടാൽ മതി. കൂടെ നമ്മളെ മുട്ട അത് നിർബന്ധമാണ് രാവിലെ. പിന്നെ നമ്മളെ ദോശ ലാസ്റ്റുള്ള മാവ് ഒന്നായിട്ട് അങ്ങ് പറഞ്ഞു ഒറ്റ ദോശ ആക്കി കണ്ടതാ. ചായ കുടി കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കണമല്ലോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ നമ്മൾ ആനച്ചവിട്ടി, CD മുള്ള എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ അധികം ആനച്ചവിട്ടി എന്ന് പറയുന്നതുകൊണ്ടാണ് ആ പേര് പറഞ്ഞത്. അതൊക്കെ മസാല തേച്ചതുണ്ട്. അങ്ങനെ നമ്മൾ പരിപ്പും ഇളവനും വല്ലാണ്ട് വെന്തു പോയിട്ടോ. അങ്ങനെ തേങ്ങ പരണം നമ്മൾ ഈ പച്ചക്കറി വെക്കുമ്പോൾ തേങ്ങയിൽ പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂട്ടി അരച്ചാൽ കറിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് എന്താ പറയുക ചുവക്കാണ്. അതുപോലെ തന്നെ തൂമിക്കുമ്പോൾ ഇത്തിരി ഉലുവട്ടുങ്ങാണ്ട് നമ്മൾ കടുകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് തൂമിക്കില്ല, ആ സമയത്ത് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ് നമ്മൾ കറിക്ക് കേട്ടോ. സൂപ്പറാണ്. അങ്ങനെ എന്താ അപ്പുറത്തെ അടുപ്പിൽ കടുക് പൊട്ടുന്നുണ്ട്, ഒന്നിനല്ല ബീട്രൂട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരും ഇവിടെ സെറ്റ് ആവട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി നമുക്കതൊന്ന് അടച്ച് വെക്കാം. ആ സമയത്ത് നമ്മൾ പച്ചക്കറി തേങ്ങ പറഞ്ഞതല്ലോ, അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തിളച്ചതൊന്ന് ഓഫാക്കാം, മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ ബീട്രൂട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സിമ്മിലോട്ട് വെച്ച് പിന്നെ നമുക്ക് തൂമിക്കാം. അങ്ങനെ തൂമിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കറി ഇടാൻ മാറ്റി വെച്ചു. അപ്പോൾ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. ഞങ്ങളിത് ഇന്നലെ രാത്രി പൊരിച്ച പാനിൽ തന്നെ കേട്ടോ മീൻ പൊരിക്കുക, അതുകൊണ്ടാണ് ആ പാത്രം കഴുകാഞ്ഞത്. നമ്മൾ ഉപ്പേരി നടക്കുന്ന ഇളക്കി കൊടുക്കുക. അങ്ങനെ മീൻ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചു. നമ്മൾ ഉപ്പേരി ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്, വല്ലാണ്ട് വേവ് ഉണ്ടാവില്ല കേട്ടോ. ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനൊക്കെ കുറച്ച് വേവ് കുറവ്, എന്താ പറയുക, നല്ല കുറേ നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. സിമ്മിലോട്ട് വെച്ചാൽ മതി. അങ്ങനെ നമ്മളെ മീനൊക്കെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബ്രൗൺ റൈസ് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഉണക്കലും ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ പച്ചക്കറിൻ്റെ കൂടെ കൂട്ടാൻ ഇഷ്ടം ഉണക്കലാണ്. അപ്പോൾ നമ്മൾ ചോറ്, ബ്രൗൺ റൈസ്, അതുപോലെ തന്നെ ഇളവനും പരിപ്പും കറി, ഉണക്കൽ, മീൻ പൊരിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മൾ ബീട്രൂട്ട് ഉപ്പേരും. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഉച്ചക്കത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടിക്കൽ, തുടയ്ക്കൽ, തിരുമ്പൽ അങ്ങനത്തെ കർമ്മങ്ങളിലോട്ടൊക്കെ കിടന്നു. പിന്നെ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയും കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.